കളമശ്ശേരിയിൽ പഴകിയ ഇറച്ചി വിറ്റ സ്ഥാപനങ്ങളുടെ പേര് പുറത്ത്. നഗരസഭാ സെക്രട്ടറിയെ LDF നേതൃത്വത്തിൽ ഉപരോധിച്ചതിന് പിന്നാലെയാണ് സ്ഥാപനങ്ങളുടെ പേര് പുറത്തുവിടാൻ അധികൃതർ തയ്യാറായത്. നഗരസഭാ സെക്രട്ടറിയുടെ സീൽ പതിച്ച ലിസ്റ്റ് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് പുറത്തുവിട്ടത്. ഹോട്ടലുകൾക്കെതിരെ നടപടിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുമ്പോഴും സംസ്ഥാനത്ത് ഇന്നും പഴകിയ ഭക്ഷണം പിടികൂടി. വടക്കൻ പറവൂരിലെ കുമ്പാരീസ് ഹോട്ടലിൽ നിന്നാണ് പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചെടുത്തത്. കഴിഞ്ഞ ദിവസം ഭക്ഷ്യവിഷബാധയുണ്ടായ എറണാകുളം വടക്കൻ പറവൂരിലെ മജ്ലിസ് ഹോട്ടൽ ഉടമ ഒളിവിലാണ്. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച 68 പേർക്കാണ് ഇതുവരെ ഭക്ഷ്യവിഷബാധയേറ്റത്. നഗരസഭയിലേക്ക് ഡിവൈഎഫ്ഐയും AYFും മാർച്ച് നടത്തി. MS അനീഷ് കുമാറുണ്ട് വിവരങ്ങളുമായി. അനീഷ്, തുടർച്ചയായ ദിവസങ്ങളിൽ പഴകിയ ഭക്ഷണം പലയിടത്തു നിന്നായി അവിടെ പിടിക്കുകയാണ്. മജ്ലിസ് ഹോട്ടലിന്റെ ഭക്ഷ്യവിഷബാധ അത് വലിയ വാർത്തയായി നിൽക്കുമ്പോൾ ഇന്ന് നടത്തിയ റെയ്ഡിൽ കുമ്പാരീസ് ഹോട്ടലിൽ നിന്നും പഴകിയ ഭക്ഷണം പിടിച്ചിരിക്കുന്നു. വലിയ പ്രതിഷേധവും ഉയരുന്നു. എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? രേണുക, ജില്ലയുടെ രണ്ട് ഭാഗങ്ങളിൽ കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗമായ കളമശ്ശേരിയിലും പറവൂരിലുമൊക്കെ ഭക്ഷ്യസുരക്ഷാ റെയ്ഡ് തുടരുന്നു. ഇന്നലെ 68 പേർക്കാണ് ഈ മജ്ലിസ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഭക്ഷ്യവിഷബാധ ഏറ്റത്. ഇതേ തുടർന്ന് നടത്തിയ റെയ്ഡിലാണ് ഇന്ന് പറവൂർ നഗരത്തിലെ തന്നെ കുമ്പാരീസ് ഹോട്ടലിൽ നിന്നും പഴകിയ ഭക്ഷണം പിടികൂടിയത്. യുവജന സംഘടനകളുടെ അടക്കം നേതൃത്വത്തിൽ വലിയ പ്രതിഷേധവും അവിടെ നടക്കുന്നു. ഒപ്പമാണ് കളമശ്ശേരി നഗരത്തിൽ നിന്നും കളമശ്ശേരിയിൽ നിന്നും പിടികൂടിയ 500 കിലോ കോഴിയിറച്ചിയുമായി ബന്ധപ്പെട്ട തുടരന്വേഷണങ്ങൾ പുരോഗമിക്കുന്നത്. ഇന്നലെ പോലീസും ആരോഗ്യവകുപ്പും ചേർന്ന് ഈ കളമശ്ശേരിയിലെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ കുറച്ച് റെസിപ്റ്റ് ബുക്കുകൾ കിട്ടിയിരുന്നു. ഈ സ്ഥാപനത്തിൽ നിന്നും എവിടങ്ങളിലേക്കൊക്കെയാണ് ഈ കോഴിയിറച്ചി കൊണ്ടുപോയതെന്ന് സംബന്ധിച്ചാണ്. നഗരത്തിലെ പ്രമുഖമായ പലയിടങ്ങളിലും ഒബ്രോൺ മാൾ, ബെസ്റ്റ് ബേക്കറി, റോയൽ ബേക്കറി, അൽസലാം ഹോട്ടൽ, മലബാർ, ബിസ്മി ബേക്കറി, ഇഫ്താർ തുടങ്ങിയ പേരും പെരുമയുമുള്ള പല സ്ഥാപനങ്ങളിലേക്കും ഇവിടെ നിന്നും ഈ കോഴിയിറച്ചി കൊണ്ടുപോയതായാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെ റെയ്ഡിന് ശേഷം ഈ പട്ടിക തയ്യാറാക്കിയെങ്കിലും ഔദ്യോഗികമായി നഗരസഭ ഇത് പുറത്തുവിടുന്നത് തടഞ്ഞിരിക്കുകയായിരുന്നു. പുറത്തുവിടേണ്ട എന്ന നിർദ്ദേശമാണ് നഗരസഭ നൽകിയത്. ഇതിനുശേഷമാണ് ഇന്ന് DYFI അടക്കമുള്ളവർ, പ്രതിപക്ഷം അടക്കം ഇന്ന് സെക്രട്ടറിയുടെ മുന്നിൽ ഉപരോധമായി എത്തുകയും അല്പസമയം മുമ്പ് ഈ പട്ടിക ഔദ്യോഗികമായി കൈമാറുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ കടകളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തുകയും ലൈസൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കും എന്നൊക്കെയാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ പട്ടികയിൽ നിന്നും ചില സ്ഥാപനങ്ങളെ ഈ ആദ്യഘട്ടത്തിലെ പരിശോധനയിൽ കണ്ടെത്തിയ ചില സ്ഥാപനങ്ങളെ ഒഴിവാക്കിയതായും ആക്ഷേപം ഉയരുന്നുണ്ട്. എന്തായാലും വലിയൊരു രാഷ്ട്രീയ വിവാദമായും ഒപ്പം റെയ്ഡുകൾ വളരെ ശക്തമാക്കുന്നതിൻ്റെയും അനിവാര്യതയിലേക്കാണ് ഇക്കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. രേണുക, ശരി. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഫെബ്രുവരി 1 മുതൽ ഹോട്ടലുകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കും. പരിശോധിക്കാതെ ലൈസൻസ് നൽകിയാൽ ഡോക്ടറുടെ രജിസ്ട്രേഷൻ റദ്ദാക്കും. ലക്ഷ്യം സേഫ് ഫുഡ് ഡെസ്റ്റിനേഷൻ ആക്കുക എന്നതാണ്. അതിന് തടസ്സമായി നിൽക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കും. തൊഴിൽ, തദ്ദേശം, ആരോഗ്യ വകുപ്പുകളുടെ നേതൃത്വത്തിൽ പഴുതടച്ച നടപടിയുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. അപ്പോൾ ഫെബ്രുവരി 1 മുതൽ ഹെൽത്ത് കാർഡ് ഇല്ലാത്ത ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അത് സംബന്ധിച്ചിട്ടുള്ള പരിശോധനകൾ അതൊരു 10 ദിവസത്തെ ഒരു ഇടവേള. നമ്മൾ ഇന്ന് 18ആണ്. അപ്പോൾ അവരുമായിട്ട് ചർച്ച നടത്തിയ ഒരു 2 ആഴ്ച സമയം. അതൊരു ഫെബ്രുവരി 1 മുതൽ എല്ലാ സ്ഥാപനങ്ങളിലും പ്രവർത്തിക്കുന്ന, അതായത് ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഹെൽത്ത് കാർഡ് ഉണ്ടാകണം എന്നുള്ളത് വളരെ കർശനമായി തന്നെ നടപ്പിലാക്കും. അപ്പോൾ അതിൽ മറ്റൊരു വിഷയം കൂടി കണ്ടു. ഇപ്പോൾ ഒരു പരിശോധന നടത്തുന്നത് എളുപ്പമാക്കാൻ വേണ്ടി ഒരു ഡോക്ടറെ കണ്ടിട്ട് ഇത് എഴുതി വാങ്ങിക്കുന്ന രീതി ഉണ്ട് എന്ന് ഈ ചർച്ചയിൽ തന്നെ അവർ പറഞ്ഞു. അങ്ങനെ വ്യാജമായി ഏതെങ്കിലും സർട്ടിഫിക്കറ്റ്, ഹെൽത്ത് കാർഡ് ലഭ്യമാകുന്നതിന് വേണ്ടി ഏതെങ്കിലും ഡോക്ടറോ അങ്ങനെ കൊടുത്താൽ രജിസ്ട്രേഷൻ ഉൾപ്പെടെ റദ്ദാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും.